വിശദമായ വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നാളെ സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും വിട്ടുവീഴ്ച പാടില്ലെന്നും ആവശ്യപ്പെട്ട് KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് DGPക്ക് പരാതി നൽകി. SFI പ്രവർത്തകരും കോളേജിലെ CPM അനുകൂല അധ്യാപക സംഘടനയും ഡീനും അടക്കം അറിഞ്ഞുള്ള ഹീനകൃത്യമാണ് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഡീനെയും അധ്യാപകനെയും പ്രതി ചേർക്കണം. CPM അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡീനെയും അധ്യാപകരുടെയും ഇക്കാര്യത്തിലുള്ള പങ്ക് ഇത് മൂടിവെക്കാനും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനും വേണ്ടി അവർ നടത്തിയ ശ്രമം കൂടി വെളിച്ചത്തു വരണം. അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം ക്യാമ്പസുകളിലെ പരാതി പറയാൻ ജുഡീഷ്യൽ ബോർഡ് എന്നുള്ള ആവശ്യവും കോൺഗ്രസിനുണ്ട്. കോൺഗ്രസും പോഷക സംഘടനകളും സമരത്തിനിറങ്ങും. ശനിയാഴ്ച വെറ്ററിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച്, ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തീപ്പന്ത തെരുവുകളും ഒരുക്കും. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തലോടലാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രചോദനം. നാളെ വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ തീപ്പന്ത തെരുവുകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കോൺഗ്രസ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മാത്രമല്ല പല കോളേജുകളിലും ഇതേ ക്രൂരത അരങ്ങേറുന്നുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സിദ്ധാർത്ഥൻ SFI പ്രവർത്തകനാണെന്ന അവകാശവാദവുമായി പ്രാദേശിക പാർട്ടി നേതൃത്വം. സിദ്ധാർത്ഥന്റെ നെടുമങ്ങാടുള്ള വീടിന് മുന്നിൽ SFI ഫ്ലെക്സ് സ്ഥാപിച്ചു. തനിക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി കോളേജിൽ SFI പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥൻ SFI പ്രവർത്തകനാണെന്ന് CPIM പ്രാദേശിക പാർട്ടി നേതൃത്വം. നെടുമങ്ങാട്ടുള്ള സിദ്ധാർത്ഥന്റെ വീടിന് മുന്നിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഫ്ലെക്സിൽ പറയുന്നത്. ഇതിനെതിരെ നാട്ടുകാരിൽ നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത്. അതേസമയം പൂക്കോട് വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചു. കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് വെറ്ററിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥൻ പറഞ്ഞു. ഏതെല്ലാം ഏരിയയിലൊക്കെ അന്വേഷണം പോകണം നോക്കി അതിന് ചെയ്യും. യൂണിവേഴ്സിറ്റി എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ കുറ്റവാളികൾ കണ്ടുപിടിക്കുക. ഒരു സമ്മർദ്ദം ഒരിടത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളത് അറ്റ് ദി ഏർലിയസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം കോളേജ് അധികൃതർക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചു പറയുന്നു. മകന് നീതി കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് കുടുംബം പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. തിരുവനന്തപുരം വർക്കല സ്വദേശി ആസിഫ് ഖാനാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 10ആയി. കോളേജിന് മുന്നിൽ KSUവും ABVPയും നടത്തുന്ന നിരാഹാര സമരവും തുടരുകയാണ്. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളിൽ ഒരാളായ തിരുവനന്തപുരം സ്വദേശി ആസിഫ് ഖാനെ വർക്കലയിൽ നിന്ന് ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് BJPയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വൈത്തിരി വെറ്ററിനറി കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മാർച്ചിൽ പങ്കെടുത്തു. പോലീസിന്റെ ഭാഗത്തു നിന്നും ആ പ്രതികളെ പിടിക്കുന്നതിൽ വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതികളെ രക്ഷിക്കാനാണ് പോലീസിന്റെ ശ്രമമെങ്കിൽ, ഈ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാതെ ഇരിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ 20ലധികം പേർ ഉണ്ടെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. 10 പേരുടെ അറസ്റ്റ് ഇന്ന് ഉച്ചയോടെയാണ് പൂർത്തിയായത്. ബാക്കിയുള്ള പ്രതികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. റിപ്പോർട്ടർ, വയനാട്. ശമ്പളം, പെൻഷൻ തുടങ്ങിയ മാസാദ്യ ചിലവുകൾക്കായി പണം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന സർക്കാരിന് താൽക്കാലിക ആശ്വാസം. നികുതി വിഹിതം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് 4000 കോടി രൂപ ലഭിച്ചതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായത്. പണം വന്നതോടെ ട്രഷറിയും ഓവർഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി. 2 ഗഡു നികുതി വിഹിതവും IGST വിഹിതവും ചേർത്ത് 4000 കോടിയോളം രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചത്. ഇതിൽ നികുതി വിഹിതം മാത്രം 2736 കോടി രൂപ വരും. കടുത്ത പണനിരക്കത്തെ തുടർന്ന് ഓവർഡ്രാഫ്റ്റിലായിരുന്ന ട്രഷറി ഇതോടെ തൽക്കാലം കരകയറി. ട്രഷറിയുടെ സ്ഥിതി മെച്ചപ്പെട്ടതിനേക്കാൾ ശമ്പളവും പെൻഷനും നൽകാൻ പണം ലഭിച്ചതാണ് സർക്കാരിന് ആശ്വാസമായത്. പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് ട്രഷറിയിലേക്കുള്ള നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. 91 ദിവസത്തെ നിക്ഷേപത്തിനായുള്ള പലിശ നിരക്ക് 5.9% നിന്ന് 7.5% ഉയർത്തി. നേരത്തെ 2 വർഷത്തിന് മേലെയുള്ള നിക്ഷേപത്തിന് മാത്രമാണ് ഉയർന്ന പലിശ നിരക്ക് നൽകിയിരുന്നത്. ട്രഷറി നിക്ഷേപം കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം പിന്നീട് വെട്ടിക്കുറയ്ക്കും. സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്ത ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ സർക്കാർ നടപടി തുടങ്ങും. നിലവിൽ 7 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ കുടിശ്ശിക നൽകാൻ സഹകരണ ബാങ്കിൽ നിന്ന് 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
സംസ്ഥാനത്തെ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് പണം അനുവദിച്ച് ഉത്തരവായി. 48.91 ലക്ഷം രൂപയാണ് മന്ത്രിമാരുടെ താമസ സ്ഥലം നന്നാക്കാനായി അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പാണ് അറ്റകുറ്റപ്പണികൾക്ക് ഭരണാനുമതി നൽകി ഉത്തരവിറക്കിയത്. മന്ത്രിമന്ദിരങ്ങളുടെയും സർക്കാർ അതിഥി മന്ദിരങ്ങളുടെയും ശോചനീയാവസ്ഥ പരസ്യമായി മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് 2 ദിവസം മുൻപ് തന്നെ മന്ത്രിമന്ദിരങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ പണം അനുവദിച്ച് ഉത്തരവിറക്കി. പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയർ കഴിഞ്ഞ വർഷം മന്ത്രിമന്ദിരങ്ങളിലെ അറ്റകുറ്റപ്പണികൾക്കായി പണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. സംസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥി മർദ്ദനമേറ്റ് മരിച്ചിട്ടും മുഖ്യമന്ത്രി വ്യാകുലപ്പെടുന്നത് ക്ലിഫ് ഹൌസിലെ മരപ്പെട്ടി ശല്യത്തിലെന്ന് പരിഹസിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണെന്നും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായി മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും വി മുരളീധരൻ പ്രതികരിച്ചു. ക്ലിഫ് ഹൌസിലെയും മറ്റ് മന്ത്രിമന്ദിരങ്ങളിലെയും മരപ്പെട്ടി ശല്യം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത് 2 ദിവസം മുന്നേ. സകലവിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം. എന്താണ്, നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീയിട്ടൊക്കെ വെക്കുമല്ലോ. അങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ പേരെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പെട്ടി മൂത്രമൊഴിച്ചതാണ്. പൂക്കോട് വെറ്റിനറി വിദ്യാർത്ഥിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടാത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ആശങ്ക മരപ്പെട്ടി ശല്യത്തിലാണെന്ന് പരിഹസിച്ച് വി മുരളീധരൻ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി ഇന്നലെ വളരെ കാര്യമായിട്ട് പറഞ്ഞത് തൻ്റെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചതിനെ പറ്റിയാണ് മുഖ്യമന്ത്രി വളരെ കാര്യമായിട്ട് പറഞ്ഞത്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മരപ്പെട്ടി ആർക്കാണ് കൂട്ടു നിൽക്കുന്നതെന്ന്. ഈ മരപ്പെട്ടിക്ക് കൂട്ടായിട്ടുള്ള ആളുകളാണോ ക്ലിഫ് ഹൗസ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ മരപ്പെട്ടി ശല്യം തന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലുമുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് ഇവിടെയുണ്ട് ഇഷ്ടംപോലെ മരപ്പെട്ടി. രാത്രി 4 മണിക്ക് ഞാനും ഉണർന്നു. മരപ്പെട്ടി ഒന്നല്ല, ഒന്നിൽ കൂടുതലും മരപ്പെട്ടിയുണ്ട് ഇഷ്ടംപോലെ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കൊല്ലം ശാസ്താംകോട്ടയിൽ ജീവനൊടുക്കിയ വയോധികയ്ക്ക് കഴിഞ്ഞ 6 മാസമായി പെൻഷൻ ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും ആത്മഹത്യയ്ക്കുള്ള കാരണം വ്യക്തമല്ലെന്നും മകൾ റിപ്പോർട്ടിനോട് പറഞ്ഞു. പെൻഷൻ മുടങ്ങിയതിനെ ചൊല്ലി മരണവീട്ടിൽ CPIM, കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതിദരിദ്രരുടെ പട്ടികയിലുള്ള 74 വയസ്സുള്ള ഓമനയും 84 വയസ്സുള്ള വേലായുധനും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഈ കുടുംബത്തിന് വേറെ ഒരു വരുമാന മാർഗവും ഉണ്ടായിരുന്നില്ല. രോഗികളായ ഇരുവർക്കും ഏക ആശ്രയം ഓമനയുടെ സഹോദരനായിരുന്നു. ഓമനയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ് പരിക്കേറ്റു. ഇതും ഓമനയെ മാനസികമായി തളർത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഓമനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് അമ്മയ്ക്കും അച്ഛനും മരുന്ന് മേടിക്കാനും നിവൃത്തികളൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്ക് കമ്പനി ജോലി, അമ്മ 3 ദിവസമൊക്കെ പോത്തുള്ള ആഴ്ചയിൽ. അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അച്ഛൻ പെൻഷൻ മേടിക്കാൻ ആരുടെയും വീട്ടിലെ ബാങ്കിലോ ഒന്നും പോകാറില്ല. പിന്നെ അച്ഛന് കിറ്റ് അനുവദിച്ചായിരുന്നു. അതും അച്ഛന് പോയി മേടിക്കാൻ പറ്റാത്ത കാരണം കിറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പെൻഷൻ മുടങ്ങിയതാണ് ആത്മഹത്യ കാരണമെന്ന് ആരോപിച്ച കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുമായി CPM നേതാക്കൾ മരണവീട്ടിൽ വെച്ച വാക്കുതർക്കത്തിലേർപ്പെട്ടു. ഓമനയുടെ മരണത്തിന് ഉത്തരവാദി പഞ്ചായത്താണെന്ന് ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസും ഉപരോധിച്ചു. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് അംഗീകരിച്ച സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ പക്ഷേ ഓമനയുടെ ആത്മഹത്യക്ക് കാരണം പെൻഷൻ മുടങ്ങിയതാണെന്ന വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് പ്രതികരിച്ചു. സർക്കാർ നല്ല സഹായമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഈ കുടുംബത്തിനും വേണ്ടുന്ന സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സഹായം കിട്ടാൻ കഴിയുമോ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ ഞാനുണ്ടാകും. ഒരു പ്രശ്നമില്ല. അതിനകത്ത് മറ്റുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സ്ഥലത്തെ MLA എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പെൻഷന്റെ പേര് പറഞ്ഞല്ലേ അമ്മ ആത്മഹത്യ ചെയ്തത്. റിപ്പോർട്ടർ, കൊല്ലം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ നിയമന തട്ടിപ്പ് നടത്തിയ പ്രതി ലെനിൻ രാജ് കീഴടങ്ങി. കോഴിക്കോട് കുന്നമംഗലം സ്റ്റേഷനിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് കീഴടങ്ങിയത്. ആരോഗ്യവകുപ്പ് നിയമന തട്ടിപ്പ് കേസിലും ലെനിൻ രാജിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കുന്നമംഗലം കോടതിയിൽ ബുധനാഴ്ചയാണ് ലെനിൻ രാജ് കീഴടങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം അന്ന് തന്നെ റിമാൻഡ് ചെയ്തു. കേസിൽ 1, 3, 4 പ്രതികൾ പിടിയിലായെങ്കിലും 2ാം പ്രതി ലെനിൻ രാജിനെ കണ്ടെത്താനായിരുന്നില്ല. ലെനിൻ രാജിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമെന്നായിരുന്നു പോലീസിന്റെ മറുപടി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും ലെനിൻ രാജിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ നിയമന തട്ടിപ്പ് നടത്തിയ കേസിൽ 2ാം പ്രതിയാണ് ലെനിൻ രാജ്. ലെനിൻ രാജിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ നിയമന തട്ടിപ്പ് അന്വേഷിക്കുന്ന സംഘം കോഴിക്കോടേക്ക് തിരിച്ചു. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. ഇനി ഇലക്ഷൻ വാർത്തകൾ കാണാം. ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലും മത്സരിച്ചേക്കും. വാരണാസിക്ക് പുറമെ രണ്ടാമത്തെ മണ്ഡലമായി തമിഴ്നാട്ടിലെ രാമനാഥപുരം പരിഗണിക്കുന്നുണ്ടെന്ന സൂചന. മോദിയെ മുൻനിർത്തി ദക്ഷിണേന്ത്യയിലും നേട്ടം കൊയ്യാനാണ് BJPയുടെ നീക്കം. ദില്ലിയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ദക്ഷിണേന്ത്യയിൽ കൂടി നരേന്ദ്രമോദി മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തത്. തമിഴ്നാട്ടിലെ രാമനാഥപുരമാണ് രണ്ടാമത് മണ്ഡലമായി മോദിക്ക് വേണ്ടി പരിഗണിക്കുന്നത്. BJP തമിഴ്നാട് ഘടകം നേരത്തെ തന്നെ ഈ ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ വച്ചിരുന്നു. വാരണാസിക്ക് പുറമെ തമിഴ്നാട്ടിൽ കൂടി മോദി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഒന്നാകെ പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. രാമക്ഷേത്രം മുൻനിർത്തി ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും കോർത്തിണക്കിയുള്ള പ്രചാരണമാണ് BJP ലക്ഷ്യമിടുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാമക്ഷേത്രമായ രാമേശ്വരം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് രാമനാഥപുരം. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി രാമനാഥപുരത്തിന് വലിയ പ്രാധാന്യമാണ് BJP നൽകി വരുന്നത്. BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ പദയാത്ര ആരംഭിച്ചതും രാമനാഥപുരത്ത് നിന്നായിരുന്നു. 4 തെരഞ്ഞെടുപ്പുകളിൽ 3ലും DMK സഖ്യത്തിനായിരുന്നു ഇവിടെ വിജയം. മുസ്ലിം ലീഗിന്റെ നവാസ് കനി 1.25 ലക്ഷത്തിലേറെ വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. എന്നാൽ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് മുസ്ലിം ന്യൂനപക്ഷ സ്വാധീന മേഖലയിൽ മോദി പോരിന് തയ്യാറെടുക്കുന്നത്. 2014 വാരണാസിക്ക് പുറമെ വഡോദരയിലും മോദി മത്സരിച്ചിരുന്നു. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. വിജയസാധ്യത കണക്കിലെടുത്ത് മികച്ച സ്ഥാനാർത്ഥികളെയാകും രംഗത്തിറക്കുക. കേരളത്തിലെ മണ്ഡലങ്ങളും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കും. പത്തനംതിട്ടയിൽ K. സുരേന്ദ്രനും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുമാണ് സാധ്യത. BJP കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകി. നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകും. അക്ഷയ് കുമാർ, കങ്കണ റണാവത്ത് അടക്കം സിനിമാ കായിക മേഖലയിൽ നിന്നുള്ളവർ സ്ഥാനാർത്ഥികളാകും. കേരളത്തിലെ ആറ്റിങ്ങലിൽ V. മുരളീധരൻ, തൃശൂരിൽ സുരേഷ് ഗോപി, പാലക്കാട് C. കൃഷ്ണകുമാർ എന്നിവർ മത്സരിക്കും. കോഴിക്കോട് MT രമേശിന്റെ പേരിനാണ് പ്രാമുഖ്യം. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടിക്കാണ് സാധ്യത. തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സഖ്യ ചർച്ചകൾ മുന്നണികൾ പൂർത്തിയാക്കുകയാണ്. ഉത്തർപ്രദേശിലും അസാമിലും NDA ധാരണയിൽ എത്തി. ഉത്തർപ്രദേശിൽ 80-ൽ 74 സീറ്റിൽ BJP മത്സരിക്കും. RLD 2, അപ്നാദൾ 2, SP 1, നിഷാദ് പാർട്ടി 1 സീറ്റുകളിൽ മത്സരിക്കും. അസാമിൽ 14-ൽ 11 സീറ്റിൽ BJP മത്സരിക്കും. അസം ഗണപരിഷത്ത് 2 സീറ്റിലും UPPL 1 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തും. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ശിവസേന 18, കോൺഗ്രസ് 18, NCP 9, വഞ്ചിത് ബഹുജൻ അക്കാഡി 2, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ. റിപ്പോർട്ടർ, ദില്ലി. സന്ദേശ് ഖലി വിഷയത്തിൽ മമതാ ബാനർജിയും ഇന്ത്യ സഖ്യത്തെയും കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദേശ് ഖലിയിലെ സ്ത്രീകളെ മമത വഞ്ചിച്ചു. ആക്രമണത്തിൽ ഇന്ത്യ മുന്നണി മൗനം പാലിച്ചെന്നും മോദി പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിൽ സ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാക്കാനാണ് BJP നീക്കം. അരംബാഗിലെ പൊതുപരിപാടിയിൽ രൂക്ഷ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തി. അതിക്രമം രാജ്യത്തെ അസ്വസ്ഥമാക്കുന്നു. പ്രതിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന് മമതാ സർക്കാർ സംരക്ഷണമൊരുക്കി. തൃണമൂൽ നേതാവ് എല്ലാ പരിധികളും ലംഘിച്ചു എന്നും പ്രധാനമന്ത്രി. മമതാ ദീദി സെ മദദ് മാംഗി, ഉൻഹെ ബദലെ മേ ക്യാ മിലാ? मुख्यमंत्री दीदी ने, बंगाल सरकार ने TMC के नेता को बचाने के लिए जो भी कर सकते थे पूरी शक्ति लगा दी. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ സന്ദേശ് ഖലി വിഷയത്തിൽ ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരെ പോലെ കണ്ണുകൾ അടച്ച് കാതുപൊത്തി വാമൂടി ഇരുന്നു എന്നും നരേന്ദ്രമോദി വിമർശിച്ചു. TMC ने संदेश खाली की बहनों के साथ जो किया है वो देखकर पूरा देश दुखी है. 55 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഷെയ്ഖ് ഷാജഹാനെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീകൾക്ക് എതിരായ അതിക്രമം അടക്കം 1200-ൽ അധികം പരാതികൾ ഷാജഹാനെതിരെ ലഭിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. റിപ്പോർട്ടർ, ദില്ലി. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരിച്ചടി ഭയന്ന കോൺഗ്രസ് നേതാക്കളടക്കം അണിനിരന്ന സമരാഗ്നി ജാഥ കഴിയുമ്പോഴും 6 മണ്ഡലങ്ങൾ പാർട്ടിക്ക് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ. സർവേ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം. പത്തനംതിട്ട, മാവേലിക്കര, ചാലക്കുടി, തൃശൂർ, പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് തിരിച്ചടി ഭയക്കുന്നത്. മണ്ഡലങ്ങളിലെ സംഘടനാ തലത്തിലെ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥികളും തിരിച്ചടിയുടെ ഘടകങ്ങളാണ്. അടിയന്തരമായി ഇന്നലെ തിരുവനന്തപുരത്തെ KC വേണുഗോപാൽ വിളിച്ച യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർക്കൊപ്പം കേരളത്തിലെ മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. KPCC പ്രസിഡന്റ് ഞാനും കാണാത്ത സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത്? 20 സീറ്റിലും ജയിക്കാനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 പാർലമെന്റിൽ കിട്ടിയതാണ്.
അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലില്ല. തിരിച്ചടി ഭയക്കുന്ന ചില മണ്ഡലങ്ങളിൽ പകരക്കാരെ ഇറക്കിയാൽ നില മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്ന ആലോചനയുണ്ടെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതാണ്. പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എംപിമാരെ മാറ്റിയാൽ പകരക്കാരുണ്ട്. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ നബിൻ വർക്കി, KPCC വൈസ് പ്രസിഡന്റുമാരായ VP സജീന്ദ്രൻ, VT ബൽറാം എന്നിവരാണ് ഈ മണ്ഡലങ്ങളിൽ പരിഗണനയിലുള്ളവർ. സിറ്റിംഗ് എംപിമാർ സജീവമായി കഴിഞ്ഞ ഈ ഘട്ടത്തിൽ ഒരു മാറ്റം എങ്ങനെയെന്നതും ആലോചിക്കുന്നുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി വീണ്ടും എത്തുമോ എന്നത് ആശ്രയിച്ചായിരിക്കും ബാക്കി മണ്ഡലങ്ങളിലെ അന്തിമ തീരുമാനം. 6 മണ്ഡലങ്ങൾ സേഫല്ല എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിലെ പോലും തിരിച്ചടി നിലവിലെ അവസ്ഥയിൽ കോൺഗ്രസ് പാർട്ടിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഈ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ മാറി വന്നാലുണ്ടാകുന്ന പുകിലുകളും നേതൃത്വം പരിഗണിക്കാതെ പോകില്ല. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിലയിരുത്തലാകും ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം സച്ചിൻ പൈലറ്റ്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് നേതൃത്വം തീരുമാനിക്കും. ഇന്ത്യ മുന്നണിയുടെ നേതാവ് ആരെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും സച്ചിൻ പൈലറ്റ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. Shouldn't Rahul Gandhi contest in North India? Where Rahul Gandhi will contest is a decision that you and I will not take. It is the party leadership that will decide, and whatever the party decides to do, Mr. Gandhi will do that. ചന്ദ്രികയിൽ സാമ്പത്തിക അക്രമക്കേട് നടത്തി ഹൈദരലി ശിഹാബ് തങ്ങളെ ഇഡിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തവരാണ് ഇപ്പോഴും ലീഗ് നേതൃത്വത്തിലുള്ളതെന്ന് LDF സ്ഥാനാർത്ഥി KS ഹംസ. ഇഡി ചോദ്യം ചെയ്തപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ മൊഴി കൊടുത്തു. മുസ്ലിം ലീഗിൽ മൂല്യച്യുതിയും പണാധിപത്യവും ഉണ്ടായതാണ് പാർട്ടി വിടാൻ കാരണമെന്നും KS ഹംസ പറഞ്ഞു. അദ്ദേഹമാണ് ചന്ദ്രിക പത്രത്തിൻ്റെ MD. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് അക്കൗണ്ട് ഉള്ളത്. അതിൽ ഒരു ദിവസം നോട്ട് നിരോധന കാലഘട്ടത്തിൽ 10 കോടി രൂപ ഒന്നിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പിട്ട് ചെക്ക് മാറ്റി കൊണ്ടുവന്നു. അപ്പോൾ 10 കോടി രൂപ ഒരുമിച്ച് കൊണ്ടുപോയിടുന്നു. തങ്ങളുടെ ഒപ്പിട്ട ചെക്ക് തങ്ങളെ കൊണ്ട് ചുരു വരച്ചു കൊടുക്കും, കൊണ്ടുപോയി അത് വരച്ചു കൊടുക്കും. ആ ചെക്ക് കൊണ്ട് ആ കാശ് പിന്തുടരണം. ED വന്നപ്പോൾ തങ്ങളെ പ്രീതിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. റെക്കോർഡിക്കൽ തങ്ങളുടെ പേരിലല്ലേ കാശ് ഇട്ടിരിക്കുന്നത്, തങ്ങളല്ലേ പിൻവലിച്ചിരിക്കുന്നത്. ED അവസാനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളെല്ലാവരും കൂടി EDയോട് മൊഴി കൊടുത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാശ് തങ്ങളെടുത്തു, തങ്ങൾ EDക്ക് മുഴുവൻ വിട്ടുകൊടുത്തു. സമരാഗ്നി സമാപന സമ്മേളന വേദിയിൽ ദേശീയഗാനം തെറ്റായി ആലപിച്ച സംഭവത്തിൽ DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ പോലീസിൽ പരാതി. ദേശീയഗാനത്തെ അവഹേളിച്ചെന്ന് ചൂണ്ടിക്കാട്ടി BJP തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ RS രാജീവാണ് പരാതി നൽകിയത്. സംഭവത്തിൽ UDF നേതൃത്വത്തെ പരിഹസിച്ച് CPM നേതാവ് AK ബാലനും രംഗത്തെത്തി. സമരാഗ്നി സമാപന വേദിയിലെ ദേശീയഗാനാലാപനം വിവാദമായതോടെ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ പാലോട് രവി ദേശീയഗാനം തെറ്റായി ആലപിച്ചത് എതിരാളികൾ ഇതിനോടകം രാഷ്ട്രീയായുധമാക്കി. സംഭവത്തിൽ പാലോട് രവിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ കമ്മിറ്റി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പരിണിത പ്രജ്ഞനെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ബോധപൂർവമായിട്ടുള്ള അവഹേളനമാണ്. സമരാഗ്നിയിലൂടെ കോൺഗ്രസ് ഇന്ത്യയുടെ ദേശീയതയും ദേശീയ ഗാനത്തെയും ചുട്ടരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദേശീയഗാനാലാപന വിവാദത്തിൽ UDF നേതൃത്വത്തെ പരിഹസിക്കുകയാണ് CPIM. മാത്രമല്ല ഒരു ജനഗണമന പോലും പാടാൻ അറിയില്ല. അവസാനം സമാപനത്തിന് ജനഗണമംഗളദായക ഏത് ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത്? ഇതുപോലെ മാതൃകാ സഹോദരന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ? വെച്ചിട്ടല്ലേ അഭിസംബോധന. സംഭവം നാക്കുപിഴ മാത്രമാണെന്നും വിവാദമാക്കേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പാലോട് രവിക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം, ഇടവേളയ്ക്ക് ശേഷം. മലപ്പുറം തിരൂരിൽ കാണാതായ 11 മാസം പ്രായമായ കുഞ്ഞിനെ സുഹൃത്ത് കൊലപ്പെടുത്തിയെന്ന അമ്മയുടെ മൊഴി. തമിഴ്നാട് കടലൂർ സ്വദേശി ശ്രീപ്രിയയാണ് പോലീസിന് മൊഴി നൽകിയത്. ശ്രീപ്രിയ, സുഹൃത്ത് ജയസൂര്യൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് മണിപാലിനെ ഉപേക്ഷിച്ച് 3 മാസം മുൻപാണ് ഇവർ തിരൂരിലെത്തിയത്. മൃതദേഹം ബാഗിലാക്കി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചെന്നും വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ജയസൂര്യൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ശ്രീപ്രിയ പറഞ്ഞതായി സഹോദരി വിജയ റിപ്പോർട്ടിനോട് പറഞ്ഞു. ഇങ്ങനെ കുറേ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉള്ളിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരടിച്ചതാണ്. എൻ്റെ കുട്ടീനെ അടിച്ചിട്ട് കഴുത്ത് പൊക്കി മേലാക്കി. ഷവറില്ല, ഷവർ തുറന്ന് വിട്ടുകാണ്ട് ആ കുട്ടി ഇങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ശ്വാസം കിട്ടാൻ പോകില്ല. അങ്ങനെ ആയപ്പോൾ അതിൻ്റെ മേലെ തന്നെ അടിച്ചിക്കണു. കൊന്ന് കൊണ്ടുപോയി തൃശ്ശൂരില്ലേ ആ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റെപ്പിൻ്റെ ബാക്കിൽ വെച്ചിട്ട് വരാൻ പറഞ്ഞിരിക്കണു ഓളോട്. ഓളെ ഒറ്റയ്ക്ക് ട്രെയിൻ കയറ്റി പറഞ്ഞയച്ചിക്കണു 3 ആളും പാടെ. ഈ കുട്ടി അവൻ്റെ കുട്ടി നിൻ്റെ കൂടെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഓണ് പറഞ്ഞിട്ട് തിരക്കുണ്ടാക്കി. അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ കൊണ്ടുക്കണമെന്ന് ഓണും പറഞ്ഞ്. ചെങ്ങായിൻ്റെ അച്ഛണ്ടല്ലോ അവനും പറഞ്ഞ്, ഇവളും പറഞ്ഞ് അവർ താൻ കൊണ്ടുക്കണമെന്ന്. ഓളോട് പറഞ്ഞേക്കണു ഇജ് പുറത്ത് പറഞ്ഞാൽ ഇത് കൊള്ളു, ഞാൻ നിന്നെ കൊള്ളു എന്ന് പറഞ്ഞേക്കണു. അതിനുവേണ്ടി
അവൾ പേടിച്ചിട്ട് പറയാതിരുന്നതാണെന്ന് ഇപ്പോൾ പറഞ്ഞ് കുറച്ച് നേരത്തെ. കോഴിക്കോട് NIT അസിസ്റ്റന്റ് പ്രൊഫസർക്ക് ക്യാമ്പസിനകത്ത് വെച്ച് കുത്തേറ്റു. പരിക്കേറ്റ ജയചന്ദ്രനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ കഴുത്തിനും കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ പരിക്ക് സാരമുള്ളതല്ല. കുത്തിയ തമിഴ്നാട് സേലം സ്വദേശി വിനോദിനെ കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദില്ലി IITയിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഇരുവരും. വിനോദ് കുമാർ ആന്ധ്രയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ അസുഖം ബാധിച്ചപ്പോൾ ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ ജയചന്ദ്രന്റെ കൈവശമാണ് ഉള്ളതെന്നും ഇത് തിരികെ നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നുമാണ് പ്രതിയുടെ മൊഴി. ബംഗളൂരു രാജാജി നഗറിലെ രാമേശ്വരം കഫേയിൽ സ്ഫോടനം, 9 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. പൊട്ടിത്തെറിക്ക് പിന്നാലെ NIA, ബോംബ് സ്ക്വാഡ്, പോലീസ്, ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. IED സ്ഫോടനമാണ് നടന്നതെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. സ്ഫോടനത്തിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പോലീസ്. വാർത്തയിലേക്ക്. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 25 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില 1806 രൂപയായി. തുടർച്ചയായി 2ാമത്തെ മാസമാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസവും 14 രൂപയുടെ വർധനവുണ്ടായിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ വിലയിൽ വർധനവുണ്ടായിട്ടില്ല. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷൽ മാധ്യമങ്ങളെ കാണുകയാണ്. അവിടെ കുട്ടികളോട് ചോദിക്കാലോ. സ്വാഭാവികമായും SFI ആസൂത്രണം ചെയ്ത് നടത്തിയ ഒന്നാണെങ്കിൽ ആ ക്യാമ്പസിനകത്ത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ SFIക്കെതിരെ തിരിയേണ്ടുന്ന നിലപാട് സ്വീകരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞല്ലോ. ആ ക്യാമ്പസിനകത്ത് ചെന്ന് അവിടുത്തെ കുട്ടികളോട് ചോദിക്കാലോ SFI ആണോ ചെയ്തത്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് SFIക്ക് റോൾ ഉള്ളത്, SFI ആ ക്യാമ്പസിനകത്ത് എങ്ങനെയാണ്. ഇപ്പോൾ പറയുന്നുണ്ട് വേറൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അനുവാദമല്ല ക്യാമ്പസിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞൊരു 10-15 കൊല്ലത്തിനിടയിൽ ആ ക്യാമ്പസിനകത്ത് ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. ആ ക്യാമ്പസിനകത്ത് റാഗിംഗ് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ ഇതിന് മുൻപ് ആ ക്യാമ്പസിൽ ഉണ്ടായിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. അവിടെ ഇതര വിദ്യാർത്ഥി സംഘടനകളില്ല എന്ന് പറയപ്പെടുന്നു. AISF ഉണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിനകത്തേക്ക് കടന്നു ചെല്ലുന്നതിനെ എപ്പോഴെങ്കിലും SFI എതിർത്തതായി ഒരു പരാതി ഇപ്പോൾ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള വയനാട്ടിലെ MLA ഉൾപ്പെടെ ആ ക്യാമ്പസ് രാക്ഷസ കോട്ടയാണ് എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. അവിടെ മറ്റാരെയും കയറാൻ SFI അനുവദിക്കുന്നില്ല എന്ന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുക. ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിനകത്ത് വരുന്നതിനെയോ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനെയോ തടയുന്നതിന് വേണ്ടി ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനോടകം എത്രയോ നാളുകൾക്ക് ഈ കേരളത്തിനകത്തെ മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു ക്യാമ്പസിൽ SFI സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കിട്ടിയാൽ, ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുമല്ലോ. വയനാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ മുൻപിലേക്ക് ഈ നിലയിലൊരു വിവരം, അല്ലെങ്കിൽ ആ ക്യാമ്പസിനകത്ത് ഇതിന് മുൻപ് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ SFI ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായ ലാഭം കൊയ്യുന്നതിന് വേണ്ടി പച്ചക്കള്ളം കേരളത്തിൻ്റെ പൊതുമാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് ഒരു നിലയ്ക്കുള്ള ലജ്ജയുമില്ലാതെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകണമെന്നുള്ളതാണ്. നിങ്ങളിത് ഇന്നിപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിലുള്ള പ്രതികരണമാണ് ആർഷ നടത്തിയത്. SFIക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും ഒറ്റയാൻ പടയപ്പയുടെ വിളയാട്ടം. രാജമല 8ാം മൈലിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞ കാട്ടാന ചില്ല് തകർത്തു. വന്യജീവി ശല്യത്തിൽ സർക്കാരിനെയും വനം വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ രംഗത്തെത്തി. വന്യമൃഗശല്യത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാരം നടത്തുന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെ ആരോഗ്യനില മോശമായതോടെ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന പടയപ്പ വ്യാപക നാശമാണ് വരുത്തുന്നത്. ഒരാഴ്ചക്കിടയിൽ ഇത് 3ാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാന തമിഴ്നാട് സർക്കാർ ബസ് രാജമല 8ാം മൈലിന് സമീപത്ത് വെച്ച് തടഞ്ഞ മുൻവശത്തെ ചില്ല് തകർത്തു. രാത്രികാല പെട്രോളിംഗ് ഉണ്ടായിരുന്ന RRT സംഘമെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി. അതേസമയം സംസ്ഥാന സർക്കാരിനും വനംവകുപ്പിനുമെതിരെ വിമർശനമുന്നയിച്ച ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ രംഗത്തെത്തി. വനംവകുപ്പിന്റെ നടപടി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ജനങ്ങൾക്കൊപ്പം നിന്ന് രൂപത ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. വനംവകുപ്പിന്റെ പല പ്രതിലോമപരമായ നടപടികളും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്. രൂപത എപ്പോഴും ജനങ്ങളോടൊപ്പമാണ്. ഈ നടപടികളിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.
അതേസമയം ആക്രമണകാരികളായ കാട്ടാനകളെ പിടിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവന്നിരുന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ പോലീസ് ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഷുഗർ കുറയുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ MP-യുടെ ജീവന് വില കൽപ്പിക്കാതെ മുഖം തിരിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ജില്ലയിൽ പ്രതിഷേധം ശക്തമാക്കുവാനുള്ള നീക്കത്തിലാണ് ഇടുക്കി DCC. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. ചർച്ച് ബില്ലിനെ സർക്കാർ രാഷ്ട്രീയമായി കാണുന്നത് കൗതുകമാണെന്ന് ഓർത്തഡോക്സ് സഭ. ബില്ല് നടപ്പാക്കുമെന്ന് മറുവിഭാഗത്തിന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയുടെ നിലപാട് അത്ഭുതപ്പെടുത്തി. എറണാകുളം ജില്ലയ്ക്ക് പുറത്തും ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെന്ന് സർക്കാർ ഓർക്കണമെന്ന് സഭാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമേൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാഷ്ട്രീയ ശക്തിയാകാൻ സഭ ആഗ്രഹിക്കുന്നില്ല. കോടതി വിധി പ്രാവർത്തികമാക്കാൻ സർക്കാർ മനസ്സുവെക്കണം. എറണാകുളം ജില്ലയ്ക്ക് പുറത്തും ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. സർക്കാർ ചർച്ച് ബില്ലെന്ന ആശയത്തെ പൊളിറ്റിക്കലായി കാണുന്നതിലും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൗതുകമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് രാഷ്ട്രീയപരമായി ഉത്തരം കണ്ടെത്തിയാലും എന്തെങ്കിലും ഒരു സ്വാധീനം മറുവിഭാഗത്തിന് അല്ലെങ്കിൽ വിഘടിത വിഭാഗത്തിന് ചെയ്യാനായി കഴിയുക. പരമ്പരാഗതമായി അത് UDFനെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങളുടെ മാർത്തോമൻ പൈതൃകത്തിൻ്റെ ഞങ്ങളുടെ ഐഡന്റിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. അതിനെ ആരൊക്കെ കൂടി പള്ളിപിടുത്തമായിട്ടോ സ്വത്തുക്കളുമേലുള്ള ഒരു ആകാംക്ഷയായൊക്കെ ചിത്രീകരിക്കുന്നുവെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകം സംരക്ഷിക്കണം, ഞങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, സ്വയശീർഷകത്വം സംരക്ഷിക്കണം. ചർച്ച് ബില്ലിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ആശ്ചര്യമുണ്ടാക്കി. പെട്ടെന്നൊരു സമ്മേളനത്തിൽ പോയി ഇതിനുള്ള സൂചനകളും ഒക്കെ നൽകുക എന്നത് സഭ വളരെ ഉത്കണ്ഠാപരമായിട്ടാണ്, ആശങ്കാപരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങളോട് ഇതുവരെ ചർച്ച് ബില്ലിനെ പറ്റി സർക്കാർ സംസാരിച്ചിട്ടില്ല. സംസ്ഥാനത്തെ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ സഭയ്ക്ക് സ്വാധീനമുണ്ട്. സഭ ഒന്നിനെയും രാഷ്ട്രീയമായി കാണാൻ ശ്രമിക്കുന്നില്ല. ഈ ബിൽ വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും, അത് തിരുവനന്തപുരമായാലും കോട്ടയമായാലും എണ്ണി പറയാം. പക്ഷെ സഭ ഇതിനെ പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്. പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ചർച്ച് ബില്ല് ഒരിക്കലും സമാധാനത്തിനുള്ള മാർഗരേഖയല്ല. ഇപ്പം ലഭിച്ചിരിക്കുന്ന സമാധാനം ഇല്ലാതാക്കാനേ ശ്രമിക്കുകയുള്ളൂ. 1934 മലങ്കര സഭാ ഭരണഘടനാ പ്രകാരം പള്ളികളിൽ ഭരണം നടത്തണമെന്ന 2017 സുപ്രീം കോടതി വിധി സർക്കാർ നടപ്പാക്കണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആവശ്യം. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. കൊച്ചി കളമശ്ശേരി മേഖല മാലിന്യ കൂമ്പാരമെന്ന് ഹൈക്കോടതി. HMT നിർദ്ദിഷ്ട ജുഡീഷ്യൽ സിറ്റി പരിസരമെല്ലാം മാലിന്യമയമാണ്. കളമശ്ശേരി മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് മാലിന്യ കൂമ്പാരമാണെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. പ്രദേശത്തെ മാലിന്യം എത്രയും വേഗം നീക്കണമെന്നും കോടതി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ അടുത്ത ബുധനാഴ്ച ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിക്കും. മാലിന്യ പ്ലാന്റിലെ സൗകര്യങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായാണ് സന്ദർശനം.